വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്തില്ലെങ്കിലും ശബരിമല ദർശനം സാധ്യമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 3 കേന്ദ്രങ്ങളിൽ തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. സന്നിധാനത്തുൾപ്പെടെ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സ്പെഷ്യൽ ഓഫീസറുടെ കീഴിൽ പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചു. തീർത്ഥാടന വഴികളിൽ പോക്കറ്റടി പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാനാണ് അനുഭവ സമ്പത്തുള്ള പോലീസ് സ്ക്വാഡിനെ നിയോഗിച്ചത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിൽ പോക്കറ്റടി പോലെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയവരാണിവർ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. 980ഓളം പോലീസുകാർ സ്വാമിമാരെ വരുന്ന റൂട്ടുകളിൽ മാത്രമുണ്ട്. അതുകൂടാതെയുള്ള പോലീസ് ടീമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡുണ്ട്, അതേപോലെ ആംഡ് ആയിട്ടുള്ള കമാൻഡോസ് ഉണ്ട്. ഇതിന് പുറമെയാണ് NDRF ഉണ്ട്, RIF ഉണ്ട്, അങ്ങനെ ഉള്ള സേനകളുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകളുണ്ട്. അവരൊക്കെ തന്നെ സ്വാമിമാരെ സഹായിക്കാനായിട്ട് ഓരോരോ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ അവശ്യ സർവീസിലും എല്ലാ ആളുകളുമുണ്ട്. ഫയർഫോഴ്സ്, എക്സൈസ് എല്ലാം ഉൾപ്പെടെ നല്ലൊരു സംവിധാനം ഇപ്രാവശ്യത്തെ സന്നിധാനത്തുണ്ട്. അതേസമയം ദർശനത്തിന് നേരത്തെ ബുക്ക് ചെയ്യാൻ കഴിയാത്ത തീർത്ഥാടകർക്ക് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. പമ്പ, മണപ്പുറം, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം എന്നിവിടങ്ങളിലാണ് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുള്ളത്. ആധാർ കാർഡുമായി ഈ കേന്ദ്രങ്ങളിലെത്തിയാൽ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് വെർച്വൽ ക്യൂവിൻ്റെ അതേ നടപടിയിലൂടെ ബുക്കിംഗ് നടത്തി മല കയറാൻ കഴിയും. പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ ബുക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.